നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആസ് യൂഷ്വൽ എൻ്റെ കൈ മുറിഞ്ഞിരിക്കും, ഭയങ്കര മുറിവായിപ്പോയി, നീറുന്നു. ആസ് യൂഷ്വൽ നമ്മൾ ഇന്ന് കാണിക്കുന്നത് സൺഡേ റെഡിമെയ്ഡ് ബ്ലൗസാണ്. ഞാനിതിൻ്റെ ഒരു വൈറ്റ് കാണിച്ചു. ആ വൈറ്റിൻ്റെ നിലവിൽ വന്ന സ്റ്റോക്ക് മുഴുവൻ തീർന്നു. റീസ്റ്റോക്കിന് പറഞ്ഞിട്ടുണ്ട്. റീസ്റ്റോക്ക് നാളെയോ മറ്റന്നാളോ ആയിട്ട് വരും. അതുകൊണ്ട് എന്നാലും നമുക്കതുകൊണ്ട് ഓർഡർ എടുക്കുന്നതിന് പ്രശ്നമില്ല. ബ്ലൗസ് കാണിച്ചു തരാം. ഇന്നലെ ഞാൻ സാരി കാണിച്ചപ്പോൾ ഞാൻ ഈ ബ്ലൗസ് ഇട്ടുകൊണ്ടാണ് സാരിയുടെ വീഡിയോ എടുത്തത്. കൂടെ തന്നെ ഞാൻ ഈ ബ്ലൗസ് കാണിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ സാരി വാങ്ങിച്ചവരെല്ലാം ഈ ബ്ലൗസും വാങ്ങിച്ചു. അതുകൊണ്ട് നമ്മുടെ നിലവിലുള്ള സ്റ്റോക്ക് സത്യം പറഞ്ഞാൽ ഓൾറെഡി ഓവറായി. പക്ഷേ നിങ്ങൾ ബുക്ക് ചെയ്യുന്നവർക്ക് പ്രശ്നമില്ല, 2-3 ദിവസത്തിനുള്ളിൽ വരും. പക്ഷെ മാത്രമല്ല, നമ്മൾ ഡെസ്പാച്ച് 3 ദിവസത്തിന് ശേഷമേ, ബുക്കിംഗ് ഡേറ്റ് തൊട്ട് 3 ദിവസത്തിന് ശേഷമേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇതാണ് ആദ്യത്തെ ബ്ലൗസ്. എന്താ നല്ല എംബ്രോയ്ഡറി വർക്ക് ചെയ്ത നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ബ്ലൗസാണ്. നമ്മൾ ഓർക്കണം, നമ്മളിത് സ്വന്തമായിട്ടൊരു വർക്ക് ചെയ്ത് ഒരു ബ്ലൗസ് എടുക്കണമെങ്കിൽ ഇതുപോലെ തുണിയും കൊടുത്ത് ഇത്രയ്ക്ക് ഫിറ്റായിട്ട് കറക്റ്റായിട്ട് ഇത്രയും നിറച്ച് ഫുൾ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് ഒരു ബ്ലൗസ് എടുക്കണമെങ്കിൽ എത്ര രൂപ നമ്മുടെ കയ്യിൽ ചിലവാകും എന്നുള്ള ഒന്ന് നമ്മൾ നോക്കിയാൽ മതി എന്നല്ല, ഓർത്താൽ മതി. ഇതിപ്പോൾ സൈസ് അതിന് മുന്നേ ഞാൻ ബ്ലൗസിനെ പറ്റി ഒന്നുകൂടെ പറഞ്ഞോട്ടെ. സ്ഥിരം വാങ്ങിക്കുന്നവർക്ക് അറിയാം, എങ്കിലും സ്ഥിരം വാങ്ങിക്കുന്നവരല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ എന്നാലും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, 38 ആകുമ്പോൾ എനിക്കത് പറ്റുമോ ഇത് പറ്റുമോ. ഇതാണ് ഇതിൻ്റെ ഈ സ്ക്രീനിൽ എത്രയാണ് സൈസ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കുക. അപ് ടു XXL എന്നാണെങ്കിൽ മീഡിയം, ലാർജ്, XL, XXL വരെയുള്ള ആർക്കും ഈ ബ്ലൗസ് എടുക്കാം. ഇതിങ്ങനെ ഓരോ സൈസിനും അവൈലബിൾ അല്ല, ഒറ്റ സൈസേ ഉള്ളൂ, XXL സൈസ്. XXL സൈസിന് മേളിലോട്ടുള്ള ആരും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് സ്കിൻ ഫിറ്റ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ സൈസ് ഇതിലൊക്കെ താഴെ ഒരു ഇനി ഒരു സ്മോൾ സൈസാണ് നിങ്ങളുടെ കുർത്തി സൈസ് എങ്കിലും നിങ്ങൾക്ക് എടുക്കാം. കാരണം ഇത് സ്കിൻ ഫിറ്റ് ആണ്. ഇനി ലൂസ് ആണെന്ന് തോന്നുവാണെങ്കിൽ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതാണ് ഈ ബ്ലൗസിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ബ്ലൗസിന് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിന് മുന്നേ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലാന്ന് തോന്നുന്നു കൊടുത്ത ബ്ലൗസിന് ഇച്ചിരി സ്ട്രെച്ച് കുറവാണ്. സ്ട്രെച്ച് ഓവർ ആയാലും കുഴപ്പമാണ്, കുറഞ്ഞു പോയാലും കുഴപ്പമാണ്. ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ എടുക്കുന്നറിയോ, പെട്ടെന്ന് അത് തൂങ്ങിപ്പോകും. ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ ബ്ലൗസിനൊക്കെ, അതായത് നമ്മളിപ്പം വിറ്റേക്കുന്ന പല റെഡിമെയ്ഡ് ബ്ലൗസും 150 രൂപയ്ക്കും 200 രൂപയ്ക്കും 180 രൂപയ്ക്കും 120 രൂപയ്ക്കും വരെ മാർക്കറ്റിൽ ലഭ്യമാണെന്ന് എനിക്കറിയാം. അതെന്താണെന്ന് ചോദിച്ചാൽ അത് അത് നമുക്ക് വേണമെങ്കിൽ നമുക്കത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ അത്രയും ക്വാളിറ്റി കുറഞ്ഞ് എടുക്കാത്തതെന്ന് ചോദിച്ചാൽ 2 ദിവസം കഴിയുമ്പോൾ കംപ്ലൈൻസ് വരും. നമ്മളിത് എത്രയോ കാലങ്ങളായിട്ട്, നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കിയാൽ അറിയാം, എത്രയോ കാലങ്ങളായിട്ട് സൺഡേസിലെ വീഡിയോ ബ്ലൗസാണ്. നമുക്ക് അങ്ങനെ വലിയ കംപ്ലൈൻസും കാര്യങ്ങളും ഇല്ല, വാങ്ങിക്കാൻ അതുപോലെ ആളുള്ളത് കൊണ്ടാണ് നമ്മൾ റെഗുലറായിട്ട് സൺഡേസ് വീഡിയോ ഇല്ലാഞ്ഞിട്ട് പോലും ബ്ലൗസിൻ്റെ വീഡിയോ ആക്കി മാറ്റിയത്. അപ്പം ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞത് കണ്ടിട്ട് സെയിം സാധനം ആണ് ക്വാളിറ്റി കുറഞ്ഞും ക്വാളിറ്റി ഉള്ളതും കൊടുക്കുന്നത്. ക്വാളിറ്റി കുറഞ്ഞെടുത്ത് അതിനനുസരിച്ച് 2 പ്രാവശ്യം ഇട്ട് കഴിയുമ്പോൾ ഇവിടെ തൂങ്ങിപ്പോവും. ബനിയൻ്റെ അല്ലേ, ഒട്ടും കട്ടിയില്ല, ഒട്ടും ഗേജ് ഇല്ലാത്ത ഒരു മോഡലാണ്. അത് തൂങ്ങിപ്പോകും. എന്നിട്ട് അത് കണ്ടിട്ട് അതിന് അത്രയും വിലയുള്ളൂ, ഇതിന് ഇത്രയും വിലയെന്ന് പറഞ്ഞാൽ സാധനം 2ആണ്. അത് മനസ്സിലാക്കുക. പിന്നെ ഇതിന് ഫ്രണ്ട് ഓപ്പണോ ബാക്ക് ഓപ്പണോ ഒന്നും ഇല്ലല്ലോ. പ്രിൻസസ് കട്ടുണ്ട്, ഫ്രണ്ട് ഓപ്പണോ ബാക്ക് ഓപ്പണോ ഇല്ല. അപ്പം നമ്മൾ ഇച്ചിരി ഇങ്ങനെ പിടിച്ച് ഇടണം. അവർ വന്നിട്ടുണ്ട്, കട്ട് ചെയ്യണോ. ഇതിന് ഇച്ചിരി അത്യാവശ്യം സ്ട്രെച്ച് ഉണ്ട്. ഇനി അഥവാ ഓരോരുത്തരുടെയും ബോഡി ഷേപ്പിനനുസരിച്ച് വ്യത്യാസം. ഇപ്പം എൻ്റെ സൈസ് XL ആണെന്നുകൊണ്ട് എല്ലാ XL സൈസുകാരുടെയും ബോഡി ഷേപ്പ് ഒരിക്കലും ആയിരിക്കണമെന്നില്ല. അപ്പോൾ എന്നാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇതിങ്ങനെ വലിച്ച്, ഫ്രണ്ടോ ബാക്കോ ഓപ്പൺ ഇല്ലാത്തതുകൊണ്ട് വലിച്ചിറക്കി പിടിച്ചിങ്ങനെ ഇടേണ്ടി വരും. ഇങ്ങനെയല്ല നമ്മുടെ മറ്റേ ബ്ലൗസ് പോകുന്നത് ഷൂക്കൊന്നും ഇങ്ങനെ വരത്തില്ല, ഇങ്ങനെ വരത്തില്ല. നമ്മൾ ചിലപ്പോൾ ആണെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടു കൂടി ഇടണം. ഇട്ട് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഫിറ്റാണ്, കറക്റ്റാണ്, നമുക്ക് യാതൊരു അസ്വസ്ഥതകളും ഇല്ല. പക്ഷെ ഊരാൻ നേരത്തും ഇടാൻ നേരത്തും മറ്റൊരാളുടെ ഹെൽപ്പ് വാങ്ങിക്കേണ്ടി വരും എന്ന് മാത്രം. കാരണം ഇത് സ്ട്രെച്ചബിൾ ആണ്, സ്കിൻ ഫിറ്റ് ആണ് കേട്ടോ. അങ്ങനെയാണ് ഇത്. പിന്നെ എന്താണെന്ന് പറഞ്ഞാലും ഇതിന് റിട്ടേണും എക്സ്ചേഞ്ചും റീഫണ്ടും നമ്മൾ ബ്ലൗസിന് കൊടുക്കത്തില്ല. ബാക്കിയുള്ള ഐറ്റംസിനെല്ലാം അതൊക്കെ ആപ്ലിക്കബിൾ ആണ്. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ റിട്ടേണും എക്സ്ചേഞ്ച് റീഫണ്ടും ഒക്കെ. പക്ഷെ ഇതിന് അല്ല.
ഇനി ഞാൻ ഈ പറഞ്ഞില്ലേ മറ്റുള്ളവരുടെ സഹായത്തോടെ ഇടണമെന്ന്, അത് എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ പറഞ്ഞ, വളരെ ചുരുക്കം. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു 100 കണക്കിന് ബ്ലൗസ് വിൽക്കുന്നുണ്ട് ഓരോ സൺഡേസിലും. അതിൽ ഒരാൾക്കോ 2 പേർക്കോ എങ്ങാണ്ട് അങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞു, അവരോട് അങ്ങനെ പറഞ്ഞു, അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം, അറിയത്തില്ല. നോർമലി ഞാനൊക്കെ ഇന്നലെ ഇട്ടതാ, എനിക്കും അങ്ങനെ ഒരു പ്രശ്നം വന്നായിരുന്നു. ഞാൻ അന്നപ്പോൾ പക്ഷെ എനിക്കത് ഇട്ട് പാകമായി, വലിച്ചിങ്ങനെ ഇട്ട് ഒരാളെ കൊണ്ട് ഇവിടെ താഴെ ഇങ്ങനെ വലിച്ചിടിച്ചൊരു പാകമായി. ഇത് പക്ഷെ എനിക്ക് തന്നെ ഒരു പാടും കൂടാതെ ഈസി ആയിട്ട് ഇടാൻ പറ്റി. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു, ഓരോരുത്തർ ശരീര ഷേപ്പിൻ്റെ ഇതനുസരിച്ചിരിക്കും. നമ്മൾക്കിപ്പം ചെസ്റ്റ് സൈസ്, ഷോൾഡർ സൈസ് ഒക്കെ വലുതാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഇത്. പിന്നെന്താ പറയാനുള്ളത്? പിന്നെ എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം, ബ്ലൗസ് കാണിക്കുമ്പോൾ അതിന് ചേരുന്ന സാരിയും കൂടെ കാണിക്കും. ഒത്തിരി നല്ല മെനക്കേടുള്ള പരിപാടിയാണെങ്കിൽ പോലും ഇന്നലെ ഒരു ദിവസം ആ സാരി കാണിച്ചപ്പോൾ, ഈ ബ്ലൗസ് ഇട്ട് കാണിച്ചപ്പോൾ ഞാൻ വെറുതെ കുറച്ച് സാരീസ് മാച്ചിങ്ങിന് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇത് ബ്ലൗസ് തന്നെ വാങ്ങിക്കാനാണ് ഇത് വീഡിയോ. ഈ സാരി നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി, ഒരു നിർബന്ധവും ഇല്ല. ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. ഒത്തിരി പേരുടെ എന്നാ പറയുക ആവശ്യത്തെ പ്രതി കാണിക്കുന്നതേ ഉള്ളൂ. ഇത് അതിന് ചേരുന്ന സാരീസ് ഇപ്പം ഇതല്ലാതെ ഈ കൂടെ കാണിക്കുന്ന വേറെ പല സാരീസും ചേരും. ഈ പിങ്ക് ചേരും, പച്ച ചേരും, മഞ്ഞ ചേരും, അങ്ങനെ വൈറ്റ് ആയതുകൊണ്ട് ഏതും ചേരും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സാരി വാങ്ങിച്ചാൽ മതി. എന്നോട് അങ്ങനെ പലരും ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ പെയർ ചെയ്ത് കാണിക്കുന്ന കേട്ടോ. അല്ലാതെ സാരിയും ബ്ലൗസും ഒന്നിച്ച് കൊടുക്കുള്ളൂ എന്നില്ല. ഇത് ബ്ലൗസിൻ്റെ വീഡിയോ ആണ്, റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ മാത്രം വീഡിയോ ആണ്, സാരിയുടെ വീഡിയോ അല്ല. സാരി ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാ ബ്ലാക്ക്, എന്ത് രസമാണ് നിങ്ങൾ നോക്ക്. ഇതെല്ലാം നീറ്റായിട്ടുള്ള എംബ്രോയ്ഡറിയും ചെയ്ത്, എന്നിട്ട് ഇതിന് ഈ പറഞ്ഞ പോലെ പിങ്കോ പച്ചയോ ബ്ലാക്ക് തന്നെയോ പ്ലെയിൻ കളറുകളോ ഏതോ ഇടാം. ഞാൻ അതിന് പെയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബ്ലൗസും സാരി എന്ന് പറയുന്നത് ഇതുണ്ടോ. കാണാനൊരു ആഗ്രഹം. ഈ ബ്ലൗസ് സാരി വാങ്ങിക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. സാരി നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ടവർ മാത്രം വാങ്ങിച്ചാൽ മതി. ഇത് ബ്ലൗസിൻ്റെ വീഡിയോ, ഇനി അതങ്ങനെ ഒരു കൺഫ്യൂഷൻ വരരുതേ. ബ്ലൗസിൻ്റെ മാത്രം വീഡിയോ ആണ്. സാരി വാങ്ങിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. സാരി വേണമെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. പലരും ഒത്തിരി പേര് ചോദിച്ചു, പണ്ടങ്ങനെ കാണിക്കുമായിരുന്നു ഞാൻ, അതുകൊണ്ട് ബ്ലൗസും കൂടെ കൂട്ടി കാണിച്ചുകൂടെ, അല്ല സാരിയും കൂടെ കൂട്ടി കാണിച്ചുകൂടെ. ബോട്ടിൽ ഗ്രീൻ, നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീന്. നമ്മളിതിപ്പം നിങ്ങൾക്ക് ഇത് ബനിയൻ്റെ ബ്ലൗസ് എന്ന് പറയുമ്പോൾ അങ്ങ് ബനിയൻ മെറ്റീരിയലിൽ ചേർത്ത് അങ്ങനെ ഒരു ഫീലേ വേണ്ട കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം സിൽക്ക് സാരിയുടെ കൂടെ ഈ ബ്ലൗസ് ഇട്ടതാണ്, പക്ഷെ ഒരു മനുഷ്യൻ തിരിച്ചറിയില്ല അത് വേറെ ബ്ലൗസാണ്. സത്യം ഞാൻ പറയുക, അത് ഞാൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അതിൻ്റെ ബ്ലൗസ് അല്ലെന്നും ഇത് വെറും ഇങ്ങനത്തെ സ്കിൻ ഫിറ്റ് ബ്ലൗസ് ആണെന്നും പറയാം. അറിയത്തേ ഇല്ല, നമ്മൾ സാധാ ബ്ലൗസ് ഇട്ട പോലെ തന്നെ തോന്നുന്നു. ചിലർക്ക് ഒരു എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. ബനിയൻ്റെ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ അതൊരു ബനിയൻ പോലല്ലേ, അതിനൊരു സ്റ്റാൻഡേർഡ് കുറവ് വരുമോ എന്നൊക്കെ തോന്നലുണ്ടായിരുന്നു. പക്ഷെ അത് തോന്നലുകൾ മാത്രമാണ്. നിറച്ച് എംബ്രോയ്ഡറികളൊക്കെ കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ചെയ്തെടുത്ത് ഇത്രയും പെർഫെക്റ്റ് ഫിറ്റിങ്ങോടുകൂടി നമ്മുടെ കയ്യിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതേപടി ഇരിക്കുക എന്ന് പറയുന്നത് നല്ല എന്നാ പറയുന്നേ പാടുള്ളത് കാര്യമാണ് തയ്ച്ച് കിട്ടാൻ. റാണി പിങ്ക് ഓർ മജന്ത, ഡാർക്ക് റാണി പിങ്ക് എന്ന് പറയാം. നല്ല രസമല്ലേ? സത്യം കേട്ടോ, ശരിക്കും പറയുന്ന കേട്ടോ. ഞങ്ങളുടെ ഇവിടെ ബ്ലൗസ് കൊണ്ടുവന്ന് വന്നപ്പോഴേ എൻ്റെ പെൺപിള്ളേരെല്ലാം പറഞ്ഞു ഈ ബ്ലൗസിന് ഇപ്പം തന്നെ റീസ്റ്റോക്ക് കൊടുക്കണം, കാരണം അതുപോലെ ആവശ്യക്കാർ വരും എന്ന് പറഞ്ഞു. ഞാൻ റീസ്റ്റോക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. വന്ന സ്റ്റോക്കിനെ കഴിഞ്ഞും കൂടുതൽ വീണ്ടും വീഡിയോ കാണിക്കുന്നതിന് മുന്നേ തന്നെ റീസ്റ്റോക്കിനും കൊടുത്തു. അത്ര നല്ല ബ്ലൗസാണ്. ബ്ലൗസ് വാങ്ങിപ്പിക്കാൻ വേണ്ടി ഞാനിങ്ങനെ പറയേണ്ട ഒരു കാര്യങ്ങളും ഇല്ലയെന്ന് എനിക്കറിയാം. കാരണം ബ്ലൗസ് റെഡിമെയ്ഡ് ബ്ലൗസിന് അതുപോലെ ആവശ്യക്കാരും ആരാധകരും ഉണ്ട്. ഇപ്പോൾ കളർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലേ ബേബി പിങ്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എംബ്രോയ്ഡറിയുടെ നൂലേക്കത്തൂടെ ബേബി പിങ്ക് എന്ന് പറയാൻ പറ്റത്തില്ല. എംബ്രോയ്ഡറി നൂല് കട്ട് ചെയ്യാതെ വിട്ടിട്ടുണ്ട്, കിടപ്പുണ്ടേ, അത് അകത്തുനിന്ന് കട്ട് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ. ബേബി പിങ്കിൻ്റെയോ ലൈറ്റ് പീച്ചിൻ്റെയോ ഒക്കെ ഒരു ഷെയ്ഡ്. ഞങ്ങൾ ഇതിന് പെയർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇച്ചിരി വേറെ. ഈ സാരിയൊക്കെ ഞാൻ ഓൺലൈനിൽ ചിലതെല്ലാം കാണിച്ചിട്ടുള്ള കേട്ടോ, ചിലത് കാണിച്ചിട്ടില്ല, ചിലത് കാണിക്കും. ഇതെന്താ ഇങ്ങനെ ഡാർക്കും ഇത് ലൈറ്റും ഇത് ഡാർക്കും വരുമ്പോൾ ഒരു രസം, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ ഇച്ചിരി ഒരു ചെറിയൊരു മെനക്കേട് പണി വരും, കാരണം സാരിയുടെ വില ഇടുന്നില്ല. സാരിയുടെ വില നമ്മൾ പിന്നെ കണ്ടുപിടിച്ച് പറയേണ്ടി വരും. ഇടാമോ സാരിയുടെയും കൂടെ? പിന്നെ കുഴപ്പമില്ല, അല്ലെ പിന്നെ ഓർഡർ എടുക്കുന്നവർക്ക് നല്ല പാടായിരിക്കും.
ലാവണ്ടർ ഷെയ്ഡ്. എല്ലാത്തിലും ഈ പിങ്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. പിങ്കും യെല്ലോയും പച്ചയും. വേറെ കളറാണോ കാണുന്നത്? ഡാർക്കാണോ ലൈറ്റ് ആണോ? ഇപ്പൊ കറക്റ്റാ അല്ലേ? എനിക്ക് ഇന്ന് ഇഷ്ടപ്പെട്ടെന്ന് പറയാം ബ്ലൗസ്. ഞാൻ ഈ സാരി ഉടുക്കരുത്. ഇപ്പം നിങ്ങളൊക്കെ ഒത്തിരി പേര് വീഡിയോ കാണുന്നവർ കാണുന്നില്ല. ഞാൻ എല്ലാ ദിവസവും വീഡിയോയ്ക്കകത്ത് ഒരു സാരി ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടുത്ത് കൂടെ കാണിക്കുന്നത്. സാരി ഉടുക്കാൻ ഇതുപോലെ എന്നെപ്പോലെ ഭൂലോക മടിയുള്ള ഒരാൾ ഇവിടെ വിഷുവിൻ്റെ സെലിബ്രേഷൻ വന്നു, ഓണത്തിൻ്റെ സെലിബ്രേഷൻ വന്നു, ഇതെല്ലാം വന്നിട്ടും എൻ്റെ പെൺപിള്ളേരെ എൻ്റെ സ്റ്റാഫ് മൊത്തം സെറ്റ് സാരിയൊക്കെ ഉടുത്ത് വന്നിട്ട് എന്നോട് സാരി ഉടുക്കാത്തതിന് കുറേ വഴക്കുണ്ടാക്കിയിട്ട് പോലും സാരി ഉടുക്കാത്ത ചുരിദാറിട്ടുണ്ടെന്ന് അവരോട് ഫോട്ടോ എടുത്ത ടീമാണ് ഞാൻ. ഇതിൽ കേമം പറയല്ല, അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു സാരി ഉടുക്കുക കേട്ടോ. എന്നിട്ടുണ്ടല്ലോ ഈ ബ്ലൗസ് വിട്ട് ഒരു ദിവസം ഉടുത്തേ പിന്നെ എനിക്കിപ്പോൾ ഇഷ്ടമാണ്. സത്യം പറയുന്നത്, ചുമ്മാ പറയുന്നതല്ലേ, ചുമ്മാ തള്ളി മറിക്കുന്നതല്ല കേട്ടോ, സത്യമായിട്ടും പറയുന്നത്. ഇതിപ്പില്ലേ പൗഡർ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡാണേ. ഈ സാരിയൊക്കെ ഞാൻ ഓൺലൈനിൽ കാണിച്ചിട്ടുണ്ടോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഉണ്ടോ? ഇത് തന്നെ എടുക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. നമ്മൾ മാച്ച് ചെയ്യുന്നത് കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല. കാരണം ഇത് കറക്റ്റാണെന്ന് പറഞ്ഞൊന്നും അല്ല, നിങ്ങൾക്ക് കണ്ട് ബോധ്യപ്പെട്ടിട്ട് ഇഷ്ടം തോന്നിയെങ്കിൽ എടുത്തേച്ചാൽ മതി. ബ്ലൗസ് ഇത് സാരിയും ബ്ലൗസും ഇതിപ്പോൾ ഞങ്ങൾ പെയർ ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, പിന്നെ അത് പണിയാവും. ഈ പരിപാടിക്ക് പോകണ്ടായിരുന്നു ഇപ്പം എനിക്ക് തോന്നുന്നു. ബാക്കി സാരിയും കാണിക്കുന്നില്ല, പണിയാവും. എന്നാന്നറിയാമോ, കസ്റ്റമർക്ക് ചിലപ്പോൾ ആ മാച്ചിങ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാകത്തില്ലേ. സ്റ്റോപ്പ് ചെയ്യുകയാണ് ഇവിടെ സാരി കാണിയതേ. സാരി ഞാനല്ലാതെ വേണമെങ്കിൽ കാണിക്കാം. ഇതാ ഇതിപ്പോൾ ഉണ്ടല്ലോ, അത് ലാവണ്ടറിൻ്റെ ഒരു ഷെയ്ഡ്, ഇത് ലാവണ്ടറിൻ്റെ സത്യം പറഞ്ഞാൽ വേറൊരു ഷെയ്ഡ്. ലൈറ്റ് കളേഴ്സ് വേണമെങ്കിൽ അങ്ങനെ എടുത്തോ. ഇപ്പം ഡാർക്ക് കളർ സാരി ഉണ്ടെങ്കിൽ ലൈറ്റ് കളറിൻ്റെ എടുത്തോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ എപ്പോഴും നമുക്ക് കിട്ടുന്നൊരു സാധനമല്ല, ഇത്രയും നല്ല വർക്ക് ചെയ്ത സാധനങ്ങളൊക്കെ. അതുകൊണ്ട് എടുക്കുമ്പോൾ കിട്ടുമ്പോൾ എടുത്തോ. ഇത്രയും രൂപയല്ലേ ഉള്ളൂ. തയ്യലിൻ്റെ വില പോലും ആകുന്നില്ലോ. അയ്യോ, ഞാൻ ബാക്ക് നെക്ക് കാണിക്കാൻ മറന്നുപോയി. ഒത്തിരി പേര് ചിലപ്പോൾ ചോദിക്കുന്നതാണ്. ഇതുണ്ടോ ബാക്ക് നെക്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റ് സൈസില്ല. ഞാൻ ഇനി ഒരു ദിവസം ഒന്ന് കാണിക്കാം. സാരി ഉടുത്തിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് നിന്ന് കാണിച്ചു തരാം. ബാക്ക് നെക്ക് കറക്റ്റാണ്, ഓവറായിട്ട് പോകുന്നുമില്ല, ഒത്തിരി കയറിയല്ല, കറക്റ്റിനാണ് നിൽക്കുന്നത്. ചിലർക്ക് ഒത്തിരി അങ്ങ് വെട്ടി ഇറങ്ങുന്ന ഇഷ്ടം, അങ്ങനെ കിട്ടത്തില്ല. എന്നാലും കയറിയല്ല ഇരിക്കുന്നത്, കറക്റ്റിന്. എൻ്റെയൊക്കെ ഒരു ഇഷ്ടം വെച്ച് നോക്കുമ്പോൾ നമുക്കത് കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടു. ചുവപ്പ് കളർ കേട്ടോ, റെഡ്, നല്ല ചില്ലി റെഡ് അല്ലേ, ചില്ലി റെഡ് അല്ലേ. സാരി ഇടയ്ക്കേറ്റ് കാണിക്കണ്ടായിരുന്നല്ലേ. ലൈറ്റ് പിസ്ത ഗ്രീൻ. ചിലരൊക്കെ യൂണിഫോം ആയിട്ടൊക്കെ ഇടാനായിട്ട് ഒത്തിരി എണ്ണം ഒരേ സമയം ഒരേ ബ്ലൗസൊക്കെ ഒത്തിരി എണ്ണം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലോ അതെന്നാ പറയുക, ഇപ്പോൾ ഓണമൊക്കെ വരുന്നതുകൊണ്ട് വിദേശത്തൊക്കെ ഇരിക്കുന്നവർക്ക് ആരൊക്കെയാണ് അങ്ങനെ ചോദിക്കുന്നത്. ഓണത്തിൻ്റെ സീസൺ വരുമ്പോഴത്തേക്കും ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ അതിന് വേണ്ടിയിട്ടേ. പക്ഷെ അത് നിങ്ങൾ ആദ്യമേ തന്നെ ബുക്ക് ചെയ്താലേ ഒത്തിരി എണ്ണമൊക്കെ പറയുമ്പം ചിലപ്പോൾ കിട്ടത്തുള്ളൂ. കഴിഞ്ഞ ദിവസമൊക്കെ എങ്ങാണ്ടോട്ട് ദൂരോട്ട് വിദേശത്ത് എവിടെയോ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് 24 ബ്ലൗസ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും സ്റ്റോക്ക് പകുതി ആയായിരുന്നു. ഇതിപ്പോൾ ഉണ്ടല്ലോ ചന്ദന കളറെന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ. ചന്ദന കളർ ഓഫ് വൈറ്റ് അല്ല, ക്രീം ചന്ദന കളറിൻ്റെ ഒരു ഷെയ്ഡ്. ഓഫ് വൈറ്റ് അല്ല. ഓഫ് വൈറ്റ് എന്ന് പറയുമ്പോൾ വേറെ ഒരു വൈറ്റ് അല്ലാത്തൊരു സാധനമാണ് ഓഫ് വൈറ്റ് അല്ലേ. ഇല്ലയോ കുട്ടിക്ക് ഇത് വല്ല അറിയാമോ? കുട്ടി എന്ത് കുട്ടി? മുസലാം കുട്ടി, പെൺകുട്ടി, ഞാൻ ഇതിൻ്റെ വൈറ്റ് ബ്ലൗസ് ഇട്ടുകൊണ്ട് ഇനി ബ്ലൗസ് ഇട്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളവരുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് തലേ ദിവസത്തെ വീഡിയോ, അതായത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി. ആ വീഡിയോയ്ക്കകത്ത് ഞാൻ ഈ ബ്ലൗസ് ഇട്ടിരിക്കുന്നതല്ല ഉള്ളത് ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. ഇട്ടോണ്ട് വീഴ്ച ബ്ലൗസ് എടുത്തോണ്ടല്ല വീഡിയോ. ഇതാണ് കറക്റ്റ് ചന്ദന കളർ. ഇത് വേറൊരു കളർ അല്ലേ. ഇത് ക്രീം കളറ്, ഇത് കറക്റ്റ് ചന്ദന കളർ. ചിക്കു ഷെയ്ഡ് എന്ന് പറയുന്നത് അത് ചിക്കുൻ്റെ ഒരു ഷെയ്ഡ്. ചിക്കു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് അറിയത്തില്ല, ചിലർക്ക് അറിയാം. ചിക്കു ഷെയ്ഡ് എന്ന് പറയുന്നില്ല, അതാ ചന്ദന കളർ. അത്രേ ഉള്ളൂ. ഇത് ക്രീം ലൈറ്റ് അല്ലേ. കൺഫ്യൂഷൻ ആവുന്നു. ഇതുണ്ടോ ഇതിനു വേണ്ടി ഞാൻ എടുത്തു വെച്ചിരുന്ന സാരി ഇതാ. രസം ഒന്ന് നോക്കി, റാണി പിങ്ക് സാരി ഈ ഒരു ചന്ദന കളറിൻ്റെ ഇതും കൂടെ കൂടുമ്പോൾ നോക്കിയാൽ രസം. എല്ലാം കഴിഞ്ഞ് വീണ്ടും കാണിക്കുക സാരി.
സാരി കാണിക്കണ്ടായിരുന്നു. സാരി ഇപ്പോൾ ഒരു കാരണവശാലും സാരി വാങ്ങിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. വെറുതെ ജസ്റ്റ് ഒത്തിരി പേര് അങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് മാത്രം ഇട്ടതാ. ഇനിയിപ്പം ബ്ലൗസ് മാത്രമായിട്ട് കിട്ടത്തില്ല എന്ന് വിചാരിക്കരുത്. അപ്പോൾ എന്നാ ബ്ലൗസിന് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല. സൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്ക്രീനിൽ കാണിച്ചേക്കുന്ന സൈസ് വരെയുള്ള ആർക്കും ഈ ബ്ലൗസ് ഫിറ്റ് ആകും. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന സൈസിന് മേളിലോട്ടുള്ളവർ എടുക്കാതിരിക്കുക. പിന്നെ എന്നാ സ്ട്രെച്ചബിൾ ആണിത്. നിങ്ങളുടെ സ്കിന്നിനനുസരിച്ച് സ്കിന്നിൻ്റെ വലിപ്പത്തിനനുസരിച്ച് കറക്റ്റ് ഫിറ്റായി വരുന്ന ടൈപ്പ് ബ്ലൗസാണ്. ഫ്രണ്ട് ഓപ്പണോ ബാക്ക് ഓപ്പണോ ഒന്നുമില്ല. പിന്നെ ഏറ്റവും വലിയ കാര്യം, ഇത് നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ദിവസം, അതായത് ഞായറാഴ്ച ബുക്ക് ചെയ്താൽ തിങ്കളും ചൊവ്വായും ബുധനും കഴിയും, വ്യാഴാഴ്ച ഇതിൻ്റെ ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നിങ്ങൾ എന്നാണ് ബുക്ക് ചെയ്യുന്നത് അതിൻ്റെ ടൈം അനുസരിച്ച് ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഡെസ്പാച്ച് അല്ലാത്ത സാധനങ്ങളെ പോലെ പിറ്റേ ദിവസം തന്നെ ഡെസ്പാച്ച് നടക്കത്തില്ല. ബ്ലൗസ് നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ഡേറ്റ് തൊട്ട് 3 ദിവസം കഴിഞ്ഞ് ഡെസ്പാച്ച് പ്രതീക്ഷിക്കാവുള്ളൂ. അതും കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിലെത്തത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഒന്ന് വിചാരിച്ചോണം കേട്ടോ. ബ്ലൗസ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത് ഏകദേശം ബുക്കിംഗ് തീരാതെ അയക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ മൊത്തം കൺഫ്യൂഷനായി പോകുന്നതുകൊണ്ട് നമ്മുടെ ഒരിതാ. ഇനി അതുപോലെ അത്യാവശ്യമുള്ളവർ ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കാം. ഉറപ്പ് പറയുന്നില്ല, ശ്രമിക്കാം. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.